ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വിപ്പ് ടോപ്പിംഗ് ഉണ്ടല്ലോ, അതിന് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, വിപ്പിംഗ് പൗഡറിന് ക്രീം ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ സെറ്റ് ആവുന്നില്ല, അതും ക്രീം ഭയങ്കര ലൂസായി പോവാണ്, അങ്ങനത്തെ രീതിയിലുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രീം കൊണ്ടാണ് ഉണ്ടാക്കുന്നതും ചെയ്യാന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പൗഡറിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ക്രീമിനെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഫ്രീസറിലായിരിക്കരുത്, താഴത്ത് തന്നെ. അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്രീം വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിലാണ് വിപ്പിംഗ് ക്രീം സൂക്ഷിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഫ്രീസറിൽ ക്രീം ഉണ്ടാക്കാൻ വിചാരിക്കുന്നതിന് മുന്നത്തെ ദിവസം ഫ്രിഡ്ജിൽ താഴ്ത്ത് വെക്കുക. പക്ഷെ താഴത്ത് ഡോറിൻ്റെ സൈഡിൽ വെക്കാതെ താഴത്തെ ഭാഗത്ത് ഏറ്റവും തണുപ്പുള്ള ഭാഗം മുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഇത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായ ശേഷവും ചെയ്യരുത്. ഫ്രീസ് ആയിട്ടുള്ള നമ്മൾ, അതായത് ഫ്രോസൺ ആയിട്ടുള്ള അതും ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ മെൽറ്റായി വരുമ്പോഴത്തേനും കുറച്ചും കൂടി തിന്നായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ബീറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും ലൂസ് ആവുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക. ഇതിനേക്കാളും കുറച്ച് വലിയൊരു പാത്രത്തിൽ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ലൂസായിട്ടുള്ള ക്രീം കിട്ടുകയെന്നല്ല, നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ അധികം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാറുള്ളൂ, എനിക്കിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഐസും ക്യൂബും യൂസ് ചെയ്യാത്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ബൗൾ അത്യാവശ്യം നല്ല വലിപ്പം വേണം. കാരണം ഇത് ക്രീം ബീറ്റായിട്ട് സ്റ്റിഫായി വരുമ്പോഴത്തേനും കുറച്ച് അധികം എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രമാണ് നമ്മൾ എടുക്കാൻ. അത്യാവശ്യം പൊങ്ങി വരുമല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതായത് ക്രീമിൻ്റെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന ബൗള്, പിന്നെ നമ്മൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബൗൾ ഐസ് ക്യൂബ്സും വെള്ളവും വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 അടുത്ത് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കിലോൻ്റെ കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 കപ്പൊക്കെ ക്രീം നമുക്ക് വേണ്ടി വരും, മൊത്തത്തിൽ ഡെക്കറേഷനും അതിൻ്റെ ഇതൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എഗ് ബീറ്ററിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബീറ്റർ ഉള്ളിലേക്ക് ഇത് കടത്തി വെച്ച ശേഷം മാത്രം ബീറ്റർ ഓൺ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഓണാക്കുമ്പോഴത്തേനും മൊത്തം നമ്മൾ ഓണാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമല്ലോ, അപ്പോഴത്തേനും മൊത്തം ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചിട്ട് നാശമായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഫസ്റ്റ് എൻ്റെ ഇപ്പോൾ ഫിലിപ്സിൻ്റെ ഇതാണ്, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫിലിപ്സിൻ്റെ ബീറ്ററാണ്. അപ്പോൾ ഇത് 1, 2, 3 3 സ്പീഡാണ് ഇതിലുള്ളത്. ആദ്യം ഒരു 2 മിനിറ്റ് വരെ ഫസ്റ്റ് സ്പീഡിൽ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് രണ്ടാമത്തെ സ്പീഡിൽ, അതായത് സെക്കൻഡ് സ്പീഡിൽ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് സ്റ്റിഫായി കിട്ടിയ ശേഷം മൂന്നാമത്തെ സ്പീഡിൽ ചെയ്യും. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു സ്റ്റോപ്പ് വാച്ച് ഓണാക്കി വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫോണിൽ സ്റ്റോപ്പ് വാച്ച് ഓണാക്കിയിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഫോണിൽ സ്റ്റോപ്പ് വാച്ച് ഓണാക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 2 മിനിറ്റ് ഒന്നാമത്തെ സ്പീഡിൽ, പിന്നെ 3 മിനിറ്റ് സെക്കൻഡ് സ്പീഡിൽ, പിന്നെ മൊത്തം ഒരു 10-12 മിനിറ്റ് ഏകദേശം വേണ്ടി വരും, പിന്നെ മൊത്തം ഹൈ സ്പീഡിൽ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് ജസ്റ്റ് സ്റ്റോപ്പ് വാച്ച് ഓണാക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈമായി എന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്യട്ടോ. വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് സ്റ്റിഫായി വന്നിട്ടുണ്ട് ക്രീം. ഇനി ഞാൻ രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ബീറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ ഇതേപോലെ സെയിം ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഓവർ ബീറ്റും ചെയ്യരുത്. കുറേ കൂടുതൽ ടൈം നമ്മളിപ്പോൾ കുറച്ച് നല്ല സ്റ്റിഫായി വന്നു, ഓക്കെ ഒന്നും കൂടി സ്റ്റിഫായിട്ട് എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്, അപ്പോൾ ഡയറി ഫ്രീ ആണ്. അപ്പോൾ അങ്ങനത്തെ ഡയറി ഫ്രീ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പ്രത്യേകിച്ചിട്ട് എന്താവുമെന്ന് വെച്ചാൽ അതിന് മൊത്തത്തിൽ ഫുൾ ക്രിസ്റ്റൽസൊക്കെ അതിൻ്റെ ഡാമേജ് ആയിട്ട് മൊത്തത്തിൽ ക്രീമി ആയിട്ട് പോകും. പിന്നെ നമുക്കത് സ്റ്റിഫാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇനി ഒരു രണ്ടാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടി ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സെക്കൻഡ് സ്പീഡിൽ കേട്ടോ, ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡിൽ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തു. കണ്ടില്ല, അത്യാവശ്യം സ്റ്റിഫായിട്ടുണ്ട്. പക്ഷേ ഇതല്ല നമുക്ക് കേക്കിന് വേണ്ടത്. നമ്മളിങ്ങനെ ഇതാക്കി സ്പ്രെഡാക്കി, അതായത് നമ്മൾ ഈ ഇതുണ്ടല്ലോ നല്ലോണം ഇങ്ങനെ ആക്കി കൊടുത്താലും അതിൽ കിടന്ന് തന്നെ നിൽക്കും, അത് താഴത്തേക്ക് വീണ് പോവില്ല. അതാണ് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയില്ലേ, രണ്ടാമത്തെ സ്പീഡിലായിരുന്നു ഞാൻ ചെയ്തത്. ഇനി ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ കേട്ടോ. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചിലപ്പോൾ ബീറ്ററിന് നല്ല ഹൈ വോൾട്ടുള്ള ബീറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോ വോൾട്ടുള്ള അങ്ങനത്തെ ഇതിന് വെച്ചിട്ട്. അപ്പോൾ അത് ഫുൾ സ്പീഡിലിട്ടിട്ടാണ് ഞാനിനി മൂന്നാമത്തെ സ്പീഡിലിട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ ഒന്നും കൂടി ടൈമർ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് മൂന്നാമത്തെ സ്പീഡിൽ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്രീം അടിപൊളിയായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇത് സ്പ്രെഡ് ചെയ്ത് നോക്കി. നമ്മളിപ്പോൾ ബീറ്ററിനെ ഞാനിങ്ങനെ ഇതാക്കിയിട്ടൊന്നും ഇത് വീണ് പോണില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുത്തോണ്ട് നിൽക്കുമ്പോണ്ടല്ലോ നമ്മളെ ബീറ്ററിന് ഒരു പിടുത്തം വരും. നമുക്ക് ആ ഒരു കട്ടിയാകുന്ന ഒരു സമയത്തുണ്ടല്ലോ ഒരു പിടുത്തം വരുന്ന പോലെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചൊരു പിടുത്തം വന്ന് കഴിഞ്ഞിട്ട് ആകുമ്പോൾ നമുക്ക് സ്റ്റിഫാകാൻ തുടങ്ങിയെന്നാണ് മീനിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ കറക്റ്റ് ടൈമിങ് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ടുള്ളത് തന്നെ നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ ഡെക്കറേഷൻ കാണിച്ചു തരാം. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ കേക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ വേറൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇതൊരു വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൽ ഇതിൻ്റെ ഡെക്കറേഷന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് ഐസിങ് ഷുഗറും വനില എസൻസും വേണമെങ്കിൽ ആഡ് ചെയ്യാം. മധുരം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, 3-4 ടേബിൾ സ്പൂൺ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ വനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വനില എസൻസ്. അതേപോലെ തന്നെ മധുരത്തിന് കുറവുണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, നല്ല സ്റ്റിഫ് ക്രീമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നോക്കട്ടെ, ഒന്ന് ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ട് ഡെക്കറേഷൻ വേണമെങ്കിൽ കാണിച്ചു തരട്ടെ. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്തു വെക്കണം. ഫ്രിഡ്ജിൽ താഴത്ത് വെച്ചാൽ മതി, അല്ലാതെ പുറത്ത് ഫ്രീസറിലൊന്നും വെക്കരുത്, മുകളിൽ വെക്കരുത്, പുറത്തും വെക്കരുത്. നമ്മൾ ഫ്രിഡ്ജിൽ താഴത്ത് തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസിങ്, ആദ്യം കേക്കിന് നമ്മളൊന്ന് ഐസിങ് ചെയ്യുമല്ലോ ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുന്നേ, ഒന്ന് 3 പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തു കൊടുത്ത ശേഷം കേക്കും ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ക്രീം ഒന്നും കൂടി സ്റ്റിഫാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഇപ്പോൾ ഡിസൈൻസ് കാണിച്ചു തരുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് കേക്ക് ഇല്ലാത്തതുകൊണ്ട്. കണ്ടോ, നല്ല സ്റ്റിഫായിട്ടാണ് ക്രീം ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ വേറൊരു ഫ്ലവറും കൂടി വരച്ച് കാണിച്ചു തരാം. ഇത് എൻ്റെ പൈപ്പിംഗ് ബാഗ് ഡിസ്പോസിബിൾ അല്ലാത്ത മറ്റേ പൈപ്പിംഗ് ബാഗ് മറ്റേ നോസിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇത്ര വരെ കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാശാവാനായിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ കുറേ യൂസ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ, ക്രീം കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗ് ഞാൻ കുറേ ദിവസം യൂസ് ചെയ്തു, അത്യാവശ്യം കുറേ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് റീയൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. തീരെ അങ്ങനെ പ്രസ് ചെയ്താൽ കറക്റ്റായിട്ട് വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ പറ്റുന്നുണ്ട്. അല്ലാതെ നല്ലതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു. കണ്ടില്ലേ, നല്ല സ്റ്റിഫ്, അതെടുത്ത് വെച്ച് കഴിച്ചു. നല്ല സ്റ്റിഫായിട്ടാണ് ക്രീം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ബൈ, താങ്ക് യു.